മലപ്പുറത്തെ മഞ്ഞപ്പിത്ത ബാധയും വള്ളിക്കുന്നിലെ രോഗവ്യാപനത്തിൻ്റെയും പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. എനിക്ക് പിറകിലായി കാണുന്ന സ്മാർട്ട് കൺവെൻഷൻ സെൻറ്റർ, ഇവിടെ നടന്ന വിവാഹ ചടങ്ങിൽ നിന്നാണ് ഈ വള്ളിക്കുന്നിലെ രോഗവ്യാപനത്തിൻ്റെ തുടക്കം എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ നിഗമനം. ആരോഗ്യമന്ത്രിയും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മെയ് 13 നടന്ന വിവാഹ ചടങ്ങിലുള്ള വെൽക്കം ഡ്രിങ്കിൽ നിന്നാണ് രോഗം പടരുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ജൂൺ 8 ആദ്യ രോഗബാധ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവരിൽ കൂടുതൽ പേർക്ക് രോഗബാധയുള്ളതായി കണ്ടെത്തി. അങ്ങനെ 300-ന് മുകളിൽ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വള്ളിക്കുന്ന് മേഖലയിൽ ആകെ ഉണ്ടായ സ്ഥിതിഗതിയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട വീഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത് വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ്. ഇതിൻ്റെ വീട് കുടുംബാംഗങ്ങൾക്കൊക്കെ ബാധിച്ചിട്ടുള്ളത്, നാട്ടുകാർക്ക് ബാധിച്ചിട്ടുള്ളത്. ഈ ഓഡിറ്റോറിയം എടുക്കുന്നത് മൂന്നിയൂർ പഞ്ചായത്തിലാണ്. അപ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശം വള്ളിക്കുന്ന് ചെയ്യുന്നത് പോലെ തന്നെ മൂന്നിയൂർ പഞ്ചായത്ത് തുടക്കത്തിൽ ഒരു സ്പീഡ് കാണിച്ചില്ല എന്നുള്ളൊരു പരാതി എനിക്ക് പറയാനുണ്ട്. എൻ്റെ മകനക്ക്, അനുജൻ്റെ മക്കൾക്ക്, അവരെ പേരമക്കൾക്ക്, അമ്മായിൻ്റെ മക്കൾക്ക്, അതേപോലെ തന്നെ ഒരു അമ്മായിൻ്റെ മകനാണ് വെന്റിലേറ്ററിൽ ദിവസങ്ങളോളം കഴിയേണ്ട അവസ്ഥ. മിംസിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റിയിട്ട് ഇക്രയിൽ കൊണ്ടുപോയി, ഇക്രയിൽ നിന്ന് മാറ്റി മിംസിലേക്ക് ദിവസങ്ങളോളം കിടന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഡിസ്ചാർജ് ആയത്. ഇനി 6 മാസത്തിന് അവനക്ക് ഒന്നും പുറത്തിറങ്ങുന്ന ഒരു കുടുംബനാഥനാണ്, ചെറിയ മക്കളാണ്. അവനക്ക് ഒരു ജോലിക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇന്നും നരകയാതന തുല്യമായിട്ട് കഴിയുന്ന ഒരവസ്ഥയിലാണ്. ആദ്യ കേസ് നടന്നതിന് ശേഷം ജൂൺ 12 വീണ്ടും ഇവിടെ കൺവെൻഷൻ സെൻറ്ററിൽ വിവാഹം നടന്നു, മറ്റു പരിപാടികൾ നടന്നതായും അറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയൊരു വീഴ്ച അവിടെ പറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ തുടക്കത്തിൽ ഈ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നതിൽ ഈ 2 പഞ്ചായത്തുകളിൽ നിന്നും ഒരു വീഴ്ച ഉണ്ടായതായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം കൂടുതൽ കേസുകൾ ഉണ്ടായതിനു ശേഷമാണ് കൂടുതൽ അറിയിപ്പും ഉണ്ടാകുന്നത്. എന്തായാലും നിലവിൽ സെക്കൻഡറി കേസുകൾ വളരെ കുറവ് മാത്രമാണ്. സ്ഥിതി നിയന്ത്രണ വിധേയമാകാവുന്ന സാഹചര്യവുമാണുള്ളത്. അപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ മാറ്റി നിർത്തി പഞ്ചായത്തുകൾ ഏകീകൃതമായി തന്നെ രോഗബാധയെ നേരിടണം. വ്യക്തി ശുചിത്വം പ്രധാനമാണ്. പ്രത്യേകിച്ചും മഴക്കാലമാണ്. രോഗം പടരാതിരിക്കാനുള്ള സാധ്യതകൾ നോക്കി എന്താണ് ഇപ്പോൾ നിലവിൽ രോഗം പടരാനുണ്ടായ പശ്ചാത്തലമെന്ന് പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സ്ഥിതിഗതി തന്നെയാണ് നിലവിൽ അനിവാര്യം.